സംസ്ഥാനത്ത് കറണ്ട് കട്ട് തുടരുകയാണ്. പീക്ക് സമയങ്ങളിൽ നിയന്ത്രണം അനിവാര്യമെന്ന നിലപാടിലാണ് KSEB. വർദ്ധിച്ച വൈദ്യുതി ഉപയോഗവും ആഭ്യന്തര ഉൽപ്പാദനം കുറഞ്ഞതും പവർ എക്സ്ചേഞ്ചിൽ നിന്നും വൈദ്യുതി കിട്ടാത്ത സാഹചര്യവുമാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുന്നത്. നിയന്ത്രണം എത്ര നാൾ തുടരുമെന്ന് പറയാൻ കഴിയില്ലെന്ന് വൈദ്യുതി മന്ത്രി പറഞ്ഞു. വൈദ്യുതിയുടെ ഉപയോഗത്തിൽ വർധന വന്നിട്ടുണ്ട്. എന്നാൽ ഉൽപ്പാദനം കഴിഞ്ഞ വർഷം 45 ദശലക്ഷം യൂണിറ്റ് ആയിരുന്നെങ്കിൽ ഇപ്രാവശ്യം 17-18 ദശലക്ഷം യൂണിറ്റ് ആയിട്ട് അത് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഉൽപ്പാദനത്തിലെ വലിയ കുറവ്, ഉപഭോഗത്തിലെ വലിയ വർധനവ്, ഇതാണ് പ്രതിസന്ധിയുടെ കാരണം. കൂടുതൽ വില നൽകി വൈദ്യുതി വാങ്ങുന്നതിനുള്ള അനുമതിക്കായിട്ടും വൈദ്യുതി ബോർഡ് കമ്മീഷനെ സമീപിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള നടപടികൾ സ്വീകരിച്ച് ജനങ്ങൾക്ക് എത്രയും കുറഞ്ഞ പ്രശ്നങ്ങളോടെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് വേണ്ടിയാണ് പരിശ്രമിക്കുന്നത്. വിവരങ്ങളുമായി സുനിഷ എല്ലൂർ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും. സുനിഷ, ഗുഡ് ഈവനിങ്. സുനിഷ, മന്ത്രിക്കറിയില്ല എത്ര നാൾ ഇങ്ങനെ ഈ പ്രതിസന്ധി തുടരും. മന്ത്രിക്ക് പോലും അതിൻ്റെ പരിഹാരം എന്തെന്ന് പറയാൻ കഴിയുന്നില്ല. പക്ഷേ നമ്മളെ വലയ്ക്കുന്നത് എപ്പോൾ കറണ്ട് പോകും എന്നുള്ളതാണ്, എപ്പോൾ കട്ട് വരും, എപ്പോൾ ഓണാവും എന്നുള്ളതാണ്. ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വീട്ടമ്മമാർക്ക്, കുഞ്ഞുങ്ങൾക്ക്, ബിസിനസ്സുകാർക്ക്, ഹോട്ടൽ വ്യാപാരികൾക്ക് ഒക്കെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കാര്യങ്ങൾ വല്ലാത്ത ആകെക്കൂടെ കുഴഞ്ഞു മറിഞ്ഞ നിലയിലാണോ? സർക്കാരിന് ഒന്നും അങ്ങോട്ട് പറയാൻ കഴിയുന്നില്ലേ സുനിഷ? അരുൺ, പതിവ് പോലെ ഇതാ 4ാം ദിവസവും സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം തുടങ്ങിയിരിക്കുന്നു. 7 മണി മുതൽ വിവിധ ഭാഗങ്ങളിലായി അരമണിക്കൂറിലധികം കറണ്ട് പോയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത് അങ്ങോട്ട് പീക്ക് ടൈം പോകുന്നതിനനുസരിച്ച് കൂടുമെന്നുള്ളത് തന്നെയാണ്. വൈദ്യുതി നിയന്ത്രണമല്ലാതെ മറ്റു മാർഗമില്ല എന്നുള്ളതാണ് ഇന്ന് മന്ത്രി പ്രതികരിച്ചപ്പോഴും പറഞ്ഞിട്ടുള്ളത്. വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. വൈദ്യുതി ലഭിക്കാനില്ലാത്ത പ്രശ്നമുണ്ട്. 500-600 മെഗാവാട്ടിന്റെ ആവശ്യകതയാണ് നിലവിൽ അധികമായി വരുന്നത്. പക്ഷേ ആ വൈദ്യുതി കണ്ടെത്താൻ KSEBക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ് നിലവിൽ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. ഏതായാലും മറ്റു മാർഗങ്ങളില്ല, വൈദ്യുതി നിയന്ത്രണം ഒഴിവാക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നിയന്ത്രണം ഈ കഴിഞ്ഞ 3 ദിവസം തുടർന്നു. ഇപ്പോൾ ഇതാ ഇന്നും നിയന്ത്രണം, ഇനി വരുന്ന ദിവസങ്ങളിലും നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒപ്പം മറ്റു മാർഗങ്ങൾ കൂടി തേടുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് പുറമെ ഏതായാലും ഉപഭോക്താക്കൾ കൂടി ഈ ഉപയോഗത്തിൽ നിയന്ത്രണം വരുത്തണമെന്നൊരു അഭ്യർത്ഥന കൂടി മന്ത്രി ഇന്ന് നൽകിയിട്ടുണ്ട്. ഈ ഇലക്ട്രിക് വാഹനങ്ങളൊക്കെ ഉള്ളവർ രാവിലെ ചാർജ് ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതുകൂടി വൈദ്യുതി മന്ത്രി പറയുന്നു. ഏതായാലും വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഇങ്ങനെയെങ്കിൽ വരുന്ന ദിവസങ്ങളിലും വൈദ്യുതി കട്ട് അതുണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അരുൺ. താങ്ക് യു. സുനിഷ എല്ലൂരാണ് വിവരങ്ങൾ നൽകിയത്.